ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു സ്റ്റഡിയിൽ അവർ ലോകത്തിലെ ഹാപ്പിനെസ്സിന് ഉള്ള 35 ഫാക്ടേഴ്സ് അവർ നോക്കി. അതിലേറ്റവും ടോപ്പായിട്ട് നിന്ന 2 കാര്യങ്ങളാണ്. എന്താണെന്ന് പറയാൻ പറ്റുമോ? റിലേഷൻഷിപ്പ് നമ്പർ 2. വെരി ഗുഡ്, എക്സലന്റ്. ഒന്ന് എന്താണെന്ന് അറിയോ? ഇനി കുറച്ചുകൂടെ സ്വാതന്ത്ര്യം വേണം. ആരൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, വിവാഹം കഴിച്ചാൽ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. എനിക്ക് വിവാഹം കഴിച്ചിട്ട് ഒരു സ്വാതന്ത്ര്യ കുറവും തോന്നിയിട്ടില്ല. നമ്മുടെ പങ്കാളിയെ കണ്ടെത്തുന്നതിലാണ് നമ്മുടെ ബ്രെയിൻ വേവ്സിനെ ബീറ്റ, ആൽഫ, തീറ്റ, ഡെൽറ്റ 4 നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിന് നമ്മുടെ ബ്രെയിൻ വേവ്സ് ബീറ്റയിൽ നിന്ന് ആൽഫയിലേക്ക് പോകുന്ന സമയത്തിനെയാണ് സ്റ്റേറ്റ് ഓഫ് ഹിപ്നോസിസ് അല്ലെങ്കിൽ ട്രാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 വർഷം കൊണ്ട് പ്രൊമോഷൻ കിട്ടുന്ന ഒരു 4 വർഷം കൊണ്ട് കിട്ടിയ എന്താ കുഴപ്പം? ആരും തെളിയിക്കാൻ വേണ്ടിയാ. എല്ലാവർക്കും നിർവാണ ലൈഫ് പാത്തിൻ്റെ മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളതൊരു വളരെ 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 സ്പെഷ്യലായിട്ടുള്ളൊരു ഗസ്റ്റാണ്. എനിക്ക് പ്രത്യേകിച്ചും എൻ്റെ ലൈഫിൽ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഗസ്റ്റാണ്. അദ്ദേഹം ഒരു ബിഹേവിയറൽ സയൻറ്റിസ്റ്റാണ്, NLP ട്രെയിനറാണ്, ഇൻ്റർനാഷണൽ ലെവലായിട്ടുള്ളൊരു NLP ട്രെയിനറാണ്, പീക്ക് ലെവൽ പെർഫോമൻസ് കോച്ചാണ്, കോർപ്പറേറ്റ് ട്രെയിനറാണ്, ഹിപ്നോതെറാപ്പിസ്റ്റാണ്. അങ്ങനെ പലതുമാണ്. നമുക്ക് പരിചയപ്പെടാം. എൻ്റെ ഗുരുവും കൂടിയാണ് മുഹമ്മദ് റഫി സാറാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. നമുക്ക് ലൈഫിനെ പറ്റിയും ലൈഫിൻ്റെ പല ആസ്പെക്റ്റുകളെ പറ്റിയൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും ജീവിതാനുഭവങ്ങളും ഒക്കെ നമുക്കിന്ന് കേൾക്കാം. സർ, വെൽക്കം ടു ദ നിർവാണ ലൈഫ് പാത്ത് പോഡ്കാസ്റ്റ് ഷോ. വളരെയധികം നമ്മൾ റിനു കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം ആണോ എന്ന് ചോദിച്ചാൽ ഇതൊന്നും അല്ല. പിന്നെന്താണ്? അതല്ല, ഒരു പച്ചയ മനുഷ്യൻ എത്ര ഉള്ളൂ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ മറന്ന ഒരാൾ കൂടി ഉണ്ട്. സാറിന്റെ മകനും കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. ജൂനിയർ റഫീം കൂടെ നമ്മുടെ കൂടെ നമ്മുടെ പോഡ്കാസ്റ്റ് എപ്പിസോഡിലുണ്ട്. അപ്പൊ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണിത്. ഹായ്. 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 ദിസ് ഈസ് യുഹാൻ. യുഹാന് 3.5 വയസ്സുണ്ട്. ഓക്കെ. ഇതുപോലെ ഞാൻ കുറേ എപ്പിസോഡ്സ് പോഡ്കാസ്റ്റ് പലരും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. റിനുവും പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിനു പോഡ്കാസ്റ്റ് വിളിച്ചപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു, ഓക്കെ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് വരാനായിട്ട് ഇങ്ങനെ ഇറങ്ങുവാണ്. അപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞത് എനിക്കൂടെ വരണോ. ഞാൻ പറഞ്ഞു ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞില്ല എനിക്കൂടെ ഇൻ്റർവ്യൂ എടുക്കണം. അപ്പോൾ നമുക്ക് 2 രീതിയിൽ അതിനെ നോക്കാം. ഒരു രീതി നമുക്ക് എങ്ങനെ നോക്കാൻ പറ്റും? സാധാരണ എങ്ങനെയായിരിക്കും ആളുകൾ നോക്കുന്നത്? സാധാരണ എങ്ങനെയായിരിക്കും? ഞാൻ ഇൻ്റർവ്യൂ എടുക്കാൻ പോവാം, നീ വീട്ടിൽ ഇരിക്കണം, എനിക്കുള്ള കാര്യമല്ല, ഇൻ്റർവ്യൂ കുളമാവും നീ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ കുട്ടികളായതുകൊണ്ട് ഒരു മുൻവിധിയോടുകൂടി അതിനെ മുൻവിധിയോടുകൂടിയാണ് ആളുകൾ ജീവിതത്തിനെ സമീപിക്കുന്നത് മിക്ക കാര്യം. ഞാൻ ഉദ്ദേശിച്ചു ശരി, അവൻ വരുമല്ലേ, കുഴപ്പമില്ല, നമുക്ക് നോക്കാം, അവൻ വരുമെന്ന് അവനെ ഇരുത്തി നോക്കാം. അവൻ ഇരുന്ന് അവന് പറ്റുവാണെങ്കിൽ നമുക്ക് അവനൊരു എക്സ്പീരിയൻസ് ആവും. ഇതൊരു എക്സ്പീരിയൻസ് അല്ലേ, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എപ്പോഴും എക്സ്പീരിയൻസ് എടുക്കാം. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഏകദേശം ഒരു 4-5 മിനിറ്റായി നമ്മൾ ഇൻ്റർവ്യൂ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അദ്ദേഹം കുഴപ്പമില്ലായിരിക്കുന്നുണ്ട്. ഇതൊരു പുതിയൊരു അനുഭവമായിരിക്കും റിനുവിൻ്റെ വ്യൂവേഴ്സിനും അത് ശ്രോതാക്കൾക്കും ഒക്കെ ഒരു പുതിയ അനുഭവമായിരിക്കും. ഒരു കൊച്ചുകുട്ടീനെ കൂടെ വെച്ചിട്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നതും ചിലപ്പോൾ പോഡ്കാസ്റ്റിംഗിന്റെ ഒരു ഇതിൽ പറഞ്ഞിരുന്നത് നമ്മളൊരു ഇൻട്രപ്ഷൻ കൊണ്ടുവരുന്നുണ്ട് ആദ്യമായിട്ടായിരിക്കും. നമ്മൾ ഈ മുൻവിധികളെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പം നമ്മൾ സാറിന്റെ അടുത്ത് വരുന്ന പല ക്ലയൻസിന്റെയും ബേസിക് ആയിട്ടുള്ള ഒരു പ്രശ്നം ഈ മുൻവിധികൾ തന്നെ ആയിരിക്കും. അതെ, ഉറപ്പായിട്ടും. നമ്മളെ ജീവിതത്തിൽ മുൻവിധികൾ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എന്നാൽ ആ മുൻവിധികളെ നമ്മൾ ചോദ്യം ചെയ്യണം എന്നുള്ളതും പ്രസക്തമാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളിലും മുൻവിധികളുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോവുകയാണ്. അപ്പം പെൺകുട്ടികൾക്ക് നമ്മളൊരു ടോയ്സ് മേടിക്കുന്നു. നമ്മൾ എന്ത് ടോയ് ആയിരിക്കും മേടിക്കുന്നത്? പൊതുവിലെ പെൺകുട്ടികൾക്ക് എന്ത് കളറായിരിക്കും ഇഷ്ടപ്പെടുന്നത്? മിക്കവാറുള്ള ആൾക്കാർ പറയും പിങ്ക് കളർ, അല്ലെങ്കിൽ ഒരു ബാർബി ഡോൾ. ഇതൊക്കെ ആയിരിക്കും പെൺകുട്ടികൾക്ക് വാങ്ങിക്കാൻ അവർക്ക് ഇഷ്ടപ്പെടും. എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് മെഷീൻ ഗൺ ഇഷ്ടപ്പെടത്തില്ലേ? തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാം. പയ്യന്മാർക്ക് കിച്ചൺ സെറ്റ് എന്തുകൊണ്ട് ഇഷ്ടപ്പെടത്തില്ല? ഞാൻ നല്ലൊരു കുക്ക് ചെയ്യും, എനിക്ക് കിച്ചൺ സെറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇദ്ദേഹം കിച്ചൺ സെറ്റ് വെച്ച് ഇദ്ദേഹം നല്ലപോലെ കളിച്ച് ചില സമയത്ത് എനിക്ക് പുള്ളി കപ്പ കൊണ്ടുതരും. എന്ത് വേണം? പപ്പായ വേണോ, വാട്ടർ മെലൻ വേണോ എന്ന് കൊണ്ട് ഇദ്ദേഹം തരും. ഇപ്പം നമ്മൾ മുൻവിധികളോട് ചെറിയ കാര്യത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ സ്ത്രീ ഇങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ പുരുഷൻ ഇങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ ഇങ്ങനെ ആയിരിക്കും നമ്മൾ പെരുമാറുന്നത്. എല്ലാത്തിനും നമുക്കൊരു മുൻവിധിയോട് കൂടി പോയി കഴിഞ്ഞാൽ
നമുക്ക് വേൾഡിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. ലൈഫിൻ്റെ പല ബ്യൂട്ടീസും നമ്മൾ ആ മുൻവിധി കൊണ്ട് മറഞ്ഞു പോകും. അപ്പം നമ്മുടെ മുൻവിധികളെ നമ്മൾ തന്നെ ക്രോസ് ചെക്ക് ചെയ്യണം. ടൈം ആൻഡ് അഗൈൻ വി നീഡ് ടു ക്രോസ് ചെക്ക്. അത് എവിടെ നിന്നാണ് വരുന്നത്, നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ധാരണയിൽ എത്തിപ്പെട്ടത്, ഇത് യാഥാർത്ഥ്യമാണോ എന്നുള്ള കാര്യം നമ്മൾ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ചിന്താധാര ഇറ്റ് ഗെറ്റ്സ് എക്സ്പാൻഡഡ്. നമ്മുടെ തിങ്കിങ് എക്സ്പാൻഡ് ആവും, നമ്മുടെ പെർസെപ്ഷൻസ് വൈഡ് ആവും, നമ്മൾ വേൾഡിനെ കാണുന്ന രീതി മാറും, കാര്യങ്ങളെ സമീപിക്കുന്ന രീതി മാറും. അപ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് പ്രശ്നങ്ങളെ വളരെ ഈസി ആയിട്ട് നേരിടാൻ പറ്റും. നമുക്ക് ഉള്ളിൽ എപ്പോഴും ഒരു ശാന്തി സമാധാനവും കാണും. ഞാനാണ് എപ്പോഴും ശരി എന്നുള്ളത് തോന്നലും കാണൂല. അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് വന്നാൽ തന്നെ ഈ സ്ട്രെസ് ഫാക്ടറും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉറപ്പല്ലേ. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ട്രെസ് എന്നൊരു കാര്യത്തിന് ചോദ്യമേ ഇല്ല. അത് ബാഡ് സ്ട്രെസ്, നെഗറ്റീവ് സ്ട്രെസ്. ദർ ഇസ് ഓൾസോ പോസിറ്റീവ് സ്ട്രെസ്. പോസിറ്റീവ് സ്ട്രെസ് അല്ല, ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഒരു ഒളിമ്പിക് അത്ലീറ്റ് ഉണ്ട്. സ്ട്രെസ്സിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഒന്നെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സ്ട്രെസ്സാണ്, അത് ബേൺ ഔട്ട് ആവും. നമുക്ക് താല്പര്യമില്ലാതെ നമ്മളൊരു കാര്യത്തിലേക്ക് നമ്മൾ വീണ്ടും നമ്മളെ ആരെങ്കിലും ചെയ്യാൻ പറയുമോ, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ചിന്തിക്കുന്ന ഓവർ തിങ്കിങ്, ഇവിടെ ഒരു സ്ട്രെസ് ഉണ്ടാവും. പക്ഷേ ഒരു സ്പോർട്സ്മാനെ സംബന്ധിച്ച് ചിലപ്പോൾ അയാൾ സ്ട്രെച്ച് ചെയ്തെന്നിരിക്കാം. അയാൾ ചിലപ്പോൾ ഒരു 10 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുന്നത് അയാൾക്ക് ബോഡീനെ സ്ട്രെസ്ഫുൾ ആയിരിക്കും. പക്ഷേ അയാൾക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ആ സ്ട്രെസ് എടുത്തേ വരത്തുള്ളൂ. മനസ്സിലായില്ലേ? സോ ദാറ്റ് ഇസ് സ്ട്രെസ് ഇസ് നെഗറ്റീവ് സ്ട്രെസ്സും പോസിറ്റീവ് സ്ട്രെസ്സും ഉണ്ട്. നെഗറ്റീവ് സ്ട്രെസ്സിന് ഈ ഒരു തോട്ട് പ്രോസസ്സസ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് സ്ട്രെസ് എന്നൊരു സാധനം ഉണ്ടാവേയില്ല. ഓക്കെ. ഞാനിപ്പോഴും ഓർക്കുന്നത്, നമ്മളൊരു തവണ സാറ് ഒരു തവണ കൊച്ചിയിൽ ഒരു ട്രെയിനിങ്ങിന് വന്നപ്പോൾ തിരിച്ച് സാറിനെ ഫാമിലിനെയും റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യണമായിരുന്നു. അതെ അതെ, ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം ഇവിടുന്ന് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ലേറ്റ് ആയി. ഓർമ്മയുണ്ട്. ഇവിടെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഓൾറെഡി ലേറ്റ് ആയി. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ പോകുന്ന പകുതി എത്തിയപ്പോൾ തന്നെ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ട്രെയിൻ എന്തായാലും നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. റെയിൽവേ ട്രാക്ക് എന്തോ എനിക്ക് തോന്നുന്നു ഗേറ്റ് ക്രോസ് ചെയ്തിരിക്കും. അതെ, അതിപ്പോ ഒരു 5 വർഷത്തിന് മേളിലായി. അപ്പൊ അന്ന് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇത് തന്നെ വേറെ പലരും ആണെങ്കിലും അവരുദ്ദേശിച്ച ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ അവിടെ എത്തുകയും ആ ട്രെയിൻ മിസ്സായി പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായ ജീവിതത്തിൽ എന്തോ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്ന, സ്ട്രെസ്സും ടെൻഷനും എടുക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ടെൻഷനായിരുന്നു സാറിന് അവിടെ എത്തിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, ഇത് പോയാൽ വേറെ ട്രെയിൻ ഉണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനെയൊക്കെ കണ്ടപ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ചു, ഇത്രയും ഈസി ആയിട്ട് നമുക്ക് പലതിനും എടുക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു മൊമെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവേണ്ടത്, നമ്മുടെ വ്യൂവേഴ്സിന് മനസ്സിലാവേണ്ടത്, ആ ഒരു മൊമെന്റിൽ നമ്മൾ പറയുന്ന എന്താണ് ഇന്റേണൽ ഡയലോഗ് എന്ന് പറയും. നമ്മുടെ മനസ്സിൻ്റെ അകത്ത് നമ്മൾ തന്നെയാണ് ആ കാര്യം പറയുന്നത്, വേറെ ആരും എന്ന് പറയല്ല. അപ്പോൾ ആ ഇനീഷ്യലി നമ്മൾ പറയുന്ന ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ 2 സെൻറ്റൻസാണ് നമ്മുടെ ബോഡിയിലെ ബയോകെമിസ്ട്രീന് രസതന്ത്രത്തിൽ വ്യത്യാസം വരുത്തും, ശാരീരിക രസതന്ത്രത്തിന് വ്യത്യാസം വരുത്തും. അതാണ് നമ്മളെ പിരിമുറുക്കത്തിലേക്കും ആകാംക്ഷയിലും ഒക്കെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അൺനെസസറി ഫിയേഴ്സ്, ഭയം, പിരിമുറുക്കും, ഇതിലൊക്കെ കൊണ്ട്. അപ്പോൾ ആ മൊമെൻറ്റിൽ നമ്മൾ എന്താ പറയുന്നത്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ആ അവെയർനെസ് ആണ് നമ്മൾ ഓരോ വ്യക്തിയും ബിൽഡ് ചെയ്യേണ്ടത്. ആ ഒരു അവെയർനെസ് നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കാര്യത്തിനെയും വളരെ സമചിത്തതയോടുകൂടി സമീപിക്കാനായിട്ട് സാധിക്കും. ഞാൻ സാറിൽ നിന്ന് ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, സാറ് ലൈഫിനെ നേരിടുന്ന അല്ലെങ്കിൽ ലൈഫിനെ ഡീൽ ചെയ്യുന്ന ഒരു രീതി വളരെ ഡിഫറെൻ്റ് ആണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഈ ഒരു 5-6 ഇയേഴ്സിന് എക്സ്പീരിയൻസ് വെച്ചിട്ട്. കാരണം ഇതുവരെ ഞാൻ റെസ്റ്റ്ലെസ് ആയിട്ടോ അല്ലെങ്കിൽ പീസ് ഇല്ലാതെയോ സന്തോഷമില്ലാതെയോ ഒന്നും സാർ ഇരിക്കുന്ന കണ്ടിട്ടില്ല. ആൻഡ് മോർ ഓവർ ദാറ്റ്, എവിടെയാണോ ഉള്ളത് അവിടെ യു ആർ ദർ 100%. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് സാർ? നമ്മൾ ലൈഫിനെ ഒരുപാട് എന്താ സംഭവിക്കുന്നത് അറിയാം, ലൈഫിനെ ആളുകൾ കോംപ്ലിക്കേറ്റ് ചെയ്യും. ലൈഫ് ഇസ് ആക്ച്വലി സിമ്പിൾ, വെരി സിമ്പിൾ. നമ്മൾ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നതോടുകൂടിയാണ് പ്രശ്നം തുടങ്ങുന്നത്. നമുക്കെന്താ ജീവിതത്തിൽ വേണ്ടത്? അടിസ്ഥാനപരമായി എല്ലാ ആളുകളും എല്ലാം ചെയ്യുന്നത് ഒരു സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാണ്. ഈ ഒരു പോഡ്കാസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നു, ഇത് റിനുവിനൊരു സന്തോഷം തരുന്നുണ്ട്, എനിക്ക് ഈ ഒരു പോഡ്കാസ്റ്റിംഗ് തരുന്നുണ്ട്. കാരണം നമ്മുടെ വ്യൂവേഴ്സിനോട് നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കുന്നു. അതിൽ ഓരോ വ്യക്തിയെ 1% അവരുടെ ജീവിതത്തിൽ ഇത് കാണുന്ന ഓരോ വ്യക്തിയിലും 0.1% അവരുടെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഐ ഹാവ് മെറ്റ് മൈ പർപ്പസ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ലക്ഷ്യം ഈ ഒരു ഇതുകൊണ്ട്, അപ്പോൾ അതെനിക്ക് സന്തോഷം തരുന്നുണ്ട്. റിനുവിന് ഇത് ചെയ്യുമ്പോഴത്തേന് റിനുവിൻ്റെ വ്യൂവേഴ്സ് വന്നിട്ട് പറയുന്നു, റിനു ഈ പോഡ്കാസ്റ്റ് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായി. അപ്പം അത് റിനുവിന് സന്തോഷം തരും.
ഇപ്പോൾ ലൈഫിൽ ബേസിക്കലി വി നീഡ് ഹാപ്പിനെസ് ആൻഡ് പീസ്. ദിസ് ഇസ് ദ ടു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് വിച്ച് ഇസ് ദെയർ ഫോർ എവറി ഹ്യൂമൻ ബീയിങ്. നമ്മൾ ആളുകൾ കോംപ്ലിക്കേറ്റ് ചെയ്യാണ്. അങ്ങനത്തെ ഇത് വേണം, ഇങ്ങനത്തെ ഇത് വേണം, മറ്റേത് വേണം. പക്ഷേ ബേസിക്കലി നമ്മൾ നോക്കുന്ന ലൈഫിൽ 4 കാര്യങ്ങളാണ് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളത്. ഒന്നെന്താ, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ഫിസിക്കൽ വെൽനെസ് ആൻഡ് മെൻറ്റൽ വെൽനെസ്. ഫിസിക്കൽ ഹെൽത്ത്, മെൻറ്റൽ ഹെൽത്ത്. 2 നമ്മുടെ റിലേഷൻഷിപ്സ്, നമ്മുടെ ബന്ധങ്ങൾ തന്നെ. ഇപ്പോൾ എനിക്ക് ഇദ്ദേഹത്തിനെ വീട്ടിലിട്ട് ഇദ്ദേഹത്തിനെ പിരിമുറുക്കമാക്കിച്ച്, എൻ്റെ വൈഫിനെ പിരിമുറുക്കാക്കിച്ചിട്ട് എനിക്ക് വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. അതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്തിനു വേണ്ടി അത് ചെയ്യുന്നത്? ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വിചാരിക്കും ഇദ്ദേഹത്തിന് ഒന്നിനും കയറുന്നില്ല, പക്ഷേ കുഞ്ഞു മനസ്സിൽ പല ആശയങ്ങളും കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ റിലേഷൻഷിപ്സ് നമ്മൾ ഒരുപാട് വാല്യൂ കൊടുക്കണം. ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു സ്റ്റഡിയിൽ അവർ ലോകത്തിലെ ഹാപ്പിനെസ്സിന് ഉള്ള 35 ഫാക്ടേഴ്സ് അവർ നോക്കി. അതിലേറ്റവും ടോപ്പായിട്ട് നിന്ന 2 കാര്യങ്ങളാണ്. എന്താണെന്ന് പറയാൻ പറ്റുമോ? റിലേഷൻഷിപ്പ് നമ്പർ 2. വെരി ഗുഡ്, എക്സലന്റ്. ഒന്നെന്താണെന്നറിയോ? ഒന്നെന്താ, നമ്മുടെ പ്രേക്ഷകരെ നോക്കുന്നവർക്കത് നമുക്ക് കുറച്ചുകൂടി ലേറ്റായിട്ട് അത് പറയാം. അപ്പം വ്യൂവേഴ്സ് കുറച്ചുകൂടി വാച്ച് ചെയ്ത് ചിലപ്പോൾ അതെ, നമ്മുടെ യൂട്യൂബിൽ ഫസ്റ്റ് റീസൺ സെക്കൻഡ് റീസൺ ആയിട്ട് പറഞ്ഞു. അപ്പോൾ വെരി ഗുഡ്. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് റിലേഷൻഷിപ്സ് ആണ്. ബാക്കി എന്താ, പണം, നമ്മുടെ പൊസിഷൻസ്, ഡെസിഗ്നേഷൻസ്, ഇതൊക്കെ പല പല ഫാക്ടേഴ്സ് ആണ്. ഇതിൻ്റെ ഒക്കെ ഏറ്റവും മുകളിൽ നിൽക്കുന്നതാണ് റിലേഷൻഷിപ്പും. നമ്പർ 1 നമുക്ക് പറയാം, അവിടെ നിൽക്കട്ടെ. അപ്പം നമ്മൾ ലൈഫിൽ ബേസിക്കലി ഒന്നെന്താ, ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത്. 2 നമ്മുടെ റിലേഷൻഷിപ്സ്. പലതരത്തിലുള്ള റിലേഷൻഷിപ്സ് ഉണ്ട്. നമ്മുടെ കുടുംബ ബന്ധമുണ്ട്, സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, സാമൂഹിക ബന്ധങ്ങളുണ്ട്. റിലേഷൻഷിപ്സ് 2ാമത്തെ കാര്യം. 3 എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും കരിയർ, അവരുടെ കർമ്മമണ്ഡലം, കർമ്മപദം. ഒന്നിൽ അവർ ബിസിനസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ അവർ ഒരു ഡോക്ടറായിരിക്കാം, ഇല്ലെങ്കിൽ അവരൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. കർമ്മമണ്ഡലം 3ാമത്തെ കാര്യം. 4 എന്ന് പറയുന്നത് സാമ്പത്തികം. ഭൂമിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ സാമ്പത്തികം എന്തായാലും വേണം, അല്ലേ? ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ റെക്കോർഡ് ചെയ്യുന്നതിന് നമ്മുടെ ക്യാമറയുടെ പുറയിലുള്ള നമ്മുടെ മനോഹരമായ ടീമുണ്ട്. അപ്പോൾ ഈ ക്യാമറ വാങ്ങിക്കുന്ന പൈസ വേണം, ഈ ലൈറ്റിന് പൈസ വേണം, ചായക്ക് പൈസ വേണം. അപ്പോൾ എന്താണ് നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിനാണ് പൈസ വേണം. അപ്പോൾ സോ ഫിനാൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. 4 ഘടകങ്ങൾ. ഇത് ഭൂമിയിലുള്ള 4 ഘടകങ്ങൾ. ഇനി കുറച്ച് ഒബ്ജക്റ്റീവ് അല്ലാത്ത റിയാലിറ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില ആളുകൾ റിലീജിയനിലേക്ക് പോകും, ചില ആളുകൾ സ്പിരിച്വലിലേക്ക് പോകും. അപ്പോൾ ഇത് അവരുടെ ഒരു ലൈഫിന് ഒരു ചിട്ട വരുത്താൻ വേണ്ടിയിട്ടാണ് പല ആളുകൾ ഈ ഒരു മാർഗങ്ങൾ സ്വീകരിക്കുന്നത്. മതമോ അല്ലെങ്കിൽ ആത്മീയതയോ സ്വീകരിക്കുന്നത് ആ ഒരു നെക്സ്റ്റ് ലെവലിൽ അവരുടെ നെക്സ്റ്റ് ലെവലിൽ ലൈഫിനെ എൻലൈറ്റൻ ചെയ്യാനോ എവല്യൂഷന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അവരുടെ ലൈഫിന് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ആണ് ഇത് നമ്മൾ ചെയ്യുന്നത് ബേസിക്കലി. ഈ 5 കാര്യങ്ങളാണ് എല്ലാ വ്യക്തിയുടെ ലൈഫിലും വേണ്ടത്. അപ്പം നമ്മളെപ്പോഴും ഒരു വിലയിരുത്തൽ നടത്തണം. വേർ ഡു യു റേറ്റ് യുവർ സെൽഫ്? നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ ഇപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങളെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് വെച്ച് നോക്കുവാണെങ്കിൽ, മെൻ്റൽ ഫിസിക്കൽ 2ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. 1 to 10 ഒരു സ്കെയിൽ കൊടുക്കുവാണെങ്കിൽ നിങ്ങളെ എവിടെ റേറ്റ് ചെയ്യും? 5 ആണോ, 4 ആണോ, 6 ആണോ, 7 ആണോ, 10 ആണോ, 9 ആണോ, എവിടെ റേറ്റ് ചെയ്യും? അതുപോലെ നമ്മൾ എല്ലാ മാസവും സിമ്പിളായിട്ട് നമ്മളൊരു 5 മിനിറ്റ് എടുക്കുക നമുക്ക് വേണ്ടി 5 മിനിറ്റ് എടുത്തിട്ട് നമ്മൾ ഈ ഓരോ മേഖലയിലും നമ്മൾ എവിടെയാണ് നമ്മുടെ സ്കോർ, അടുത്ത മാസം എൻ്റെ സ്കോർ എവിടെ എത്തിക്കണം, ഈ ഒരു ഇവാലുവേഷൻ എല്ലാവരും നടത്തി കഴിഞ്ഞാൽ ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് പോകും. നിങ്ങൾ കരിയർ അച്ചീവ് ചെയ്യാൻ പറ്റും, ഹെൽത്ത് നിങ്ങൾക്ക് നല്ലതായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും, റിലേഷൻഷിപ്സിൽ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും ഏത് ഏരിയ ആണ് ഞാൻ വീക്കായിട്ട്. ആ വീക്കായിട്ടുള്ള ഏരിയയിൽ എന്ത് ചെയ്യണം, അത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യാം? സിമ്പിളാണ്. അതിൽ എക്സ്പേർട്സ് വേണം. ഇപ്പം ഫോർ എക്സാമ്പിൾ ബിസിനസ്സിൽ എക്സ്പേർട്സ് ഉണ്ടാവും, റിലേഷൻഷിപ്സിൽ എക്സ്പേർട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിൽ എക്സ്പേർട്സ് ഉണ്ടാവും. ഇപ്പം ഞാൻ എൻ്റെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത് എൻ്റെ ഒരു കോർ ഏരിയ ആണ്. എൻ്റെ എക്സ്പെർട്ടീസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഗ്രോത്ത്, ഇതെൻ്റെ ഒരു എക്സ്പെർട്ടീസ് ഏരിയ ആണ്. 3 റിലേഷൻഷിപ്സ്. ഈ 3 കാര്യങ്ങളിലാണ് ഞാൻ ആൾക്കാരെ ഗൈഡ് ചെയ്യുന്നത് ബേസിക്കലി. അപ്പം ഒന്ന് എക്സ്പേർട്സിൻ്റെ അടുത്ത് പോയിട്ട് ഗൈഡൻസ് എടുക്കാം, എക്സ്പേർട്സിൻ്റെ അടുത്ത് പോയിട്ട് കോച്ചിങ് എടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു സ്കോർ, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള സ്കോർ നമ്മൾ ഓരോ ഏരിയയിലും, അതായത് നമ്മളുടെ റിലേഷൻഷിപ്പിൽ, എക്സാക്ട്ലി നമ്മുടെ വർക്കിൽ, ഹെൽത്തിൽ, മെന്റൽ ഹെൽത്തിൽ, ഫിസിക്കൽ ഹെൽത്തിൽ, നമ്മുടെ ഫിനാൻസസിൽ, പിന്നെ നമ്മുടെ സ്പിരിച്വൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇവല്യൂഷന്റെ റേറ്റ് ചെയ്യാൻ സ്പിരിച്വാലിറ്റിയാണ് ഫോളോ ചെയ്യുന്നത് റിലിജിയനെ കാട്ടിലും. സോ ദാറ്റ് ഈസ് ദ ബേസിക് തിങ്. അപ്പം ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഇന്ന ഏരിയ വീക്കാണെങ്കിൽ നമ്മൾ ഏറ്റവും ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ ഏരിയയിൽ എക്സ്പെർട്ടീസ് ആയിട്ടുള്ള, ആ ഏരിയയിൽ ഏറ്റവും നല്ല അച്ചീവ് ചെയ്തിട്ടുള്ള ആളുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ എൻ്റെ പാത്ത് NLP ആണ്. NLP ഈസ് വൺ ഓഫ് മൈ സ്കോർ സ്പെഷ്യലൈസേഷൻസ്. NLP ഇൻ്റർനാഷണൽ മാസ്റ്റർ ട്രെയിനർ.
അപ്പോൾ NLPയിൽ നമ്മൾ ഇതിനെ പറയുന്നത് മോഡലിംഗ് എന്നാണ് ഈ കൺസെപ്റ്റിനെ പറയുന്നത്. നമ്മൾ മോഡൽസ് ഓഫ് എക്സലൻസിനെ കണ്ടുപിടിക്കുക. ഓക്കെ, ഏതൊരാളാണ് നല്ലൊരു ഒരു ഹസ്ബൻഡ് എന്ന് ഒരാൾ പറയുന്നത്? ഒരു പെൺകുട്ടി വന്ന് പറയുകയാണ് എൻ്റെ ഹസ്ബൻഡിനെ ഭയങ്കര നല്ല ഒരു പുരുഷൻ വന്ന് പറയുകയാണ് എൻ്റെ വൈഫ് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്, എൻ്റെ വൈഫ് ഭയങ്കര സപ്പോർട്ടീവാണ്, ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവാറില്ല. അപ്പോൾ ആ ഫാമിലി ഒരു മോഡൽ ഫാമിലിയാണ്. അപ്പോൾ എൻ്റെ ഫാമിലിയെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഞാൻ പോയിട്ട് ആ ഫാമിലിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, അവരുടെ ബിലീഫ്സ് എന്താണെന്ന് നമ്മൾ ഡീകോഡ് ചെയ്യുക, വാല്യൂസ് എന്താണെന്ന് ഡീകോഡ് ചെയ്യുക. അതിന് സ്പെസിഫിക് സെറ്റ് ഓഫ് എക്സസൈസസ് ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ടൂൾസ് അറിയത്തില്ലെങ്കിൽ നമ്മൾ സാധാരണ അവരുമായിട്ട് ഒരു സമ്പർക്കമോ അവരുമായിട്ടൊരു ആശയവിനിമയം നടത്തിയാൽ തന്നെ നമുക്ക് കുറേ കിട്ടും. അതൊരു പാത്ത്. 2, നമുക്ക് വായന ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമുക്ക് ആളുകൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ആക്സസ് ഇല്ലെങ്കിൽ ഓരോ ഏരിയയിലും നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളും നേരത്തെ നേരിട്ട് ഒരുപാട് ആളുകളുണ്ട്, ഇല്ലേ? അപ്പൊ അതിനുള്ള സൊല്യൂഷൻസും ഭൂമിയിൽ തന്നെ ഓൾറെഡി ഉണ്ട്. എല്ലാ ഭൂമിയിൽ നിന്ന് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു 99% പ്രശ്നങ്ങൾക്കും ഉള്ള സൊല്യൂഷൻസ് നേരത്തെ ആരോ കണ്ടെത്തിയിട്ടുണ്ട് ഈ 5 മേഖലയിൽ. അപ്പോൾ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ ബുക്സ് ഏതാണ്, അതിൻ്റെ കോണ്ടന്റ് ഏതാണ്, ആ ഓത്തർ പറയുന്നത് എന്താണ്, അത് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുക. ഈ 2 കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്താൽ മതി. ഇനി 3 അതും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം യൂട്യൂബ് ഒരു വലിയ ലൈബ്രറി അല്ലേ? യൂട്യൂബ് ഇസ് ലൈക്ക് എ യൂണിവേഴ്സിറ്റി അല്ലേ? അതിൽ പോയാൽ തന്നെ നമുക്കൊരു ഏത് ആസ്പെക്റ്റിനെ കുറിച്ചും നമുക്ക് ഇന്ന് കിട്ടുമല്ലേ, കണ്ടന്റ് കിട്ടുമല്ലേ, ഫ്രീ കണ്ടന്റ്. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. എന്നിട്ടും എന്തുകൊണ്ട് മനുഷ്യൻ അപ്ലൈ ചെയ്യുന്നില്ല എന്നൊരു ചോദ്യമാണ്, വലിയൊരു ചോദ്യമായിട്ട് അല്ലേ? അത് എന്തുകൊണ്ടായിരിക്കാം? എന്ത് തോന്നുന്നു? അത് മാറ്റങ്ങൾ റിവേഴ്സ് ഇന്റർവ്യൂ ആണെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവില്ലായിരിക്കാം, കോൺഷ്യസ് ആവുന്നുണ്ടാവില്ലായിരിക്കും, ബോധം. 5 ട്രാപ്സ് ആണ് നമ്മൾ പറയുന്നത്. മനുഷ്യൻ അവനിൽ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള മാനസികമായ 5 ട്രാപ്സ് എന്ന് പറയും. ഈ 5 ട്രാപ്പിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇഫ് എന്ന ചോദ്യം മനുഷ്യൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. വാട്ട് ഇഫ് ഞാനിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് ഇത് സക്സസ് ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാനിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുക, ഇത് ആരും കാണുന്നില്ല, ഇപ്പം ഇത്രയും മെനക്കെട്ട് നമ്മൾ 3-4 പേര് ബാക്ക്ഗ്രൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നു, ഞാനൊരു അര ദിവസം എടുക്കുന്നു, റിന്യൂവിൻ്റെ ഒരു ദിവസം മാറ്റുന്നു, നമ്മളൊരു വെന്യൂ ഹയർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ ചോദിക്കുക വാട്ട് ഇഫ് ദിസ് ഇൻ്റർവ്യൂ ഡസൻറ്റ് ബിക്കം സക്സസ്ഫുൾ, ദെൻ വോട്ടൊന്നും ഇല്ല. നമ്മൾ ഇതിൽ നിന്ന് പഠിക്കും, ഒന്നുമില്ല, ചിലപ്പോൾ റിന്യൂവിൻ്റെ മനസ്സിലാവും, റിന്യൂവിൻ്റെ പ്രേക്ഷകർക്ക് എന്നെ പോലത്തെ ഒരു ഗസ്റ്റ് അല്ല വേണ്ടാവും, റിന്യൂ വേറെ പ്രേക്ഷകർ കാണുന്ന ഗസ്റ്റിനെ വിളിക്കും. അതിന് ഇത് ഏതെങ്കിലും കാരണവശാൽ ഇത് ആരെങ്കിലും കണ്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് ഇതൊരു അബദ്ധവശാൽ ഒരുപാട് ആളുകളിലേക്ക് എത്തിയാണ് എനിക്കട്ടെ. ഞാൻ കൊടുക്കുന്ന ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ് മലയാളത്തിൽ. ഞാൻ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കൈരളി ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ ആളുകൾക്ക് എന്താ പറഞ്ഞേ, ഇത് കാണുമ്പോഴത്തേന് തോന്നും വാവ്, ചിലപ്പോൾ ഒന്നും അല്ലാതെ തീരും. അപ്പം ഏറ്റവും ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, പ്രിയദർശൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ നമുക്കെടുക്കാം. വർഷങ്ങൾക്ക് മുമ്പ് പ്രിയദർശൻ ഭയങ്കര പ്രതീക്ഷയോടുകൂടി എടുത്തൊരു സിനിമയുണ്ട്, ഭയങ്കര ബഡ്ജറ്റ് മുടക്കി എടുത്ത ഒരു സിനിമയുണ്ട്. മോഹൻലാലും പ്രഭുവും തബുവിനെ ഹിന്ദി സിനിമയിൽ നിന്ന് മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്ന അക്കാലത്തെടുത്ത കാലാപാനി എന്ന് പറയുന്ന സിനിമ കേട്ടിട്ടുണ്ടോ? അപ്പൊ കാലാപാനി പക്ഷെ ഒരു കമേഴ്ഷ്യൽ ഫ്ലോപ്പ് ആയിരുന്നു. കാലാപാനി വാസ് നോട്ട് എ കമേഴ്ഷ്യൽ ഹിറ്റ്. അതിന്റെ 10-1 ചെലവ് മുടക്കിയായിരിക്കും ചിലപ്പം ചിത്രം പോലൊരു സിനിമ എടുത്തത്, അല്ലെങ്കിൽ വന്ദനം പോലൊരു സിനിമ എടുത്തത്. പക്ഷെ കാലാപാനി ചെയ്യുന്നത് പ്രിയദർശൻ എന്ന ഡയറക്ടറിന്റെ ഒരിതാണ്. അപ്പൊ അതിൽ നിന്ന് ചിലപ്പോൾ അദ്ദേഹം പാഠം ഉൾക്കൊണ്ടുപോകും, ഒരുപാട് ലേണിംഗ്സ് അതിൽ നിന്ന് ഉണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ വാട്ട് ഇഫ് എന്നുള്ളതാണ് ഒരു പ്രോബ്ലം ആളുകൾ ഈ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാത്ത ഭയം. 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെപ്പോഴും സമൂഹ ചുറ്റുപാടിനെ പഴിക്കും. പെർസിക്യൂഷൻ, ഡ്രാമ ട്രയാങ്കിൾ. NLP ലാംഗ്വേജിൽ പറഞ്ഞാൽ ഒന്നുകിൽ എൻ്റെ അച്ഛൻ ഇങ്ങനെ ആയിരുന്നു, ഇല്ലെങ്കിൽ സർക്കാർ എനിക്ക് തരുന്നില്ല, ഞാൻ വളർന്ന സാഹചര്യം എൻ്റെ കുഞ്ഞുനാളിൽ ഇങ്ങനെ ആയിരുന്നു, ചൈൽഡ്ഹുഡ് ട്രോമ. അപ്പോൾ ഇവരെപ്പോഴും പാസ്റ്റിൽ ജീവിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു ആൾക്കാരെ കുറ്റപ്പെടുത്തുക. ഇതാണ് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം എന്തിനു വേണ്ടി വാട്ട് ഫോർ, ഇങ്ങനെയൊക്കെ പോയാൽ പോലെ. അപ്പോൾ അതായത് അവൻ്റെ ബ്രെയിനിന് അത്രയും അവനെ പ്രകൃതി അല്ലെങ്കിൽ നമ്മൾ ദൈവം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ ഈ ഒരു എലമെന്റ് അവന് മനുഷ്യന് ഇത്രയും നല്ലൊരു തലച്ചോറ് കൊടുത്തിട്ടുണ്ട്, അതിനെ അവൻ യൂസ് ചെയ്യാതെ എന്തിനു വേണ്ടി എന്ന് ചോദിക്കുന്നു. ഇതാണ് 3ാമത്തെ കാര്യം മനുഷ്യൻ ഇംപ്ലിമെന്റ് ചെയ്യാതെ ഇരിക്കുന്ന ഒരു കാര്യം. 4 എന്ന് പറഞ്ഞാൽ ദർ ഇസ് സംതിങ് കോൾഡ് എസ് കോൺഷ്യസ് അൺകോൺഷ്യസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയും. അതായത് ബോധ മനസ്സും ഉപബോധ മനസ്സും ഉണ്ട്. ഇത് 2 തമ്മിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ബോധ മനസ്സ് പറയും എനിക്ക് വിവാഹം കഴിക്കേണ്ട,
സോറി, ഉപബോധ മനസ്സ് പറയും എനിക്ക് വിവാഹം കഴിക്കേണ്ട, എനിക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം വേണം. ആരൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് വിവാഹം കഴിച്ചാൽ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. എനിക്ക് വിവാഹം കഴിച്ചിട്ട് ഒരു സ്വാതന്ത്ര്യ കുറവും തോന്നിയിട്ടില്ല. നമ്മൾ നമ്മുടെ പങ്കാളിയെ കണ്ടെത്തുന്നതിലാണ് അപ്പം അതൊരു കാര്യം. നമ്മൾ ഇങ്ങനെ വരുന്നൊരു അവസരത്തിൽ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി നമ്പർ 1 is what if, നമ്പർ 2 is persecution, നമ്പർ 3 is what for, number 4 is conscious unconscious conflict. Very good. Conscious unconscious conflict. Okay. Conscious unconscious conflict. അപ്പോൾ എൻ്റെ മൂല്യങ്ങളുണ്ട്, എനിക്കൊരു മൂല്യമുണ്ട്. ഇപ്പോൾ എനിക്ക് ഞാൻ വിചാരിക്കും ഫ്രീഡമാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്കട്ടെ. ചിലർ വിചാരിക്കും നീ കല്യാണം കഴിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ റെനുവിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ. അപ്പോൾ അവർ കല്യാണം കഴിക്കുന്നത് വേണ്ടയോ എന്നിങ്ങനെ ഡബിൾ മൈൻഡ്. അപ്പോൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ 5th പോയിന്റാണ് കോൺഗ്രുവൻസ്. കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും അലൈൻ ആവണം എന്ത് കാര്യം ചെയ്യുമ്പോഴും. ഇപ്പം ഞാൻ എൻ്റെ മോനെ ഇവിടെ ഇരുത്തി ഞാൻ ഇൻ്റർവ്യൂ ചെയ്യും എന്നുള്ളത് ഞാൻ 100% അലൈൻഡ് ആയിരുന്നു. ഞാൻ റിനുവിനോടും ചോദിച്ചു. അപ്പോൾ റിനു 100% അലൈൻഡ് ആയിരുന്നു. അതിനാണ് നമ്മൾ ഇരിക്കുന്നത്. ഇല്ല ഇപ്പോൾ ഇവരെ വീട്ടിലിരുത്തിയിട്ട് വരികയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ പരിഹാരം, നമ്മളത് അലൈൻഡ് ആണ്. അപ്പം ഇതുവരെ ഒരു കുഴപ്പമില്ല, സ്മൂത്തായിട്ട് പോകുന്നു. പുള്ളിയുടെ പാട്ടിന് അവിടെ ഇരിക്കുന്നുണ്ട്, നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. പുള്ളിയുടേതായ കോൺട്രിബ്യൂഷൻസും മൂവ്മെൻറ്റ്സും ഒക്കെ പുള്ളി ചെയ്യുന്നുണ്ട്. അത് അവന് കുഞ്ഞിനെക്കാട്ടിയും പക്വത കാണിക്കുന്നുണ്ട്. 3.5 വയസ്സേ ഉള്ളൂ. തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ കുഞ്ഞുങ്ങൾക്കും മനസ്സിലാക്കാനുള്ള ധാരണ ഉണ്ട് എന്നുള്ളത് മാതാപിതാക്കൾ മനസ്സിലാക്കും. ഇപ്പം നമ്മൾ മാതാപിതാക്കൾ ചിലപ്പം കുഞ്ഞുങ്ങളോട് ഉച്ചത്തിൽ സംസാരിക്കും. എന്നിട്ട് കുഞ്ഞുങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ പറയും നീ ശാന്തമായിട്ട് സംസാരിക്കണം കേട്ടോ, നീ എന്തിനാ വളം വയ്ക്കുന്നത്. അപ്പോൾ ഈ മാതാപിതാക്കൾ മനസ്സിലാക്കുന്നില്ല കുഞ്ഞിൽ നിന്നാ അല്ല ഇത് വരുന്നത്, അവരിൽ നിന്നാണ് ഇത് വരുന്നത്, മനസ്സിലാക്കുന്നില്ല. അപ്പം ഇതാണ് 5 മേജർ കാര്യം. ഈ 5 ഇമ്പ്രൂവ് ആവണമെങ്കിൽ ആദ്യം വേണ്ട ഒരു കാര്യം എന്താ? ബോധം, അവയർനെസ്. നമ്മളെ തന്നെ അവെയറാണ്. നമ്മുടെ ബിലീഫ്സ്, നമ്മുടെ വിശ്വാസം, നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ ഭാഷ, നമ്മുടെ ശരീരഘടന, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ദൈനംദിനം ചെയ്യുന്ന സ്വഭാവങ്ങൾ, നമ്മുടെ സ്ട്രാറ്റജീസ്, നമ്മുടെ എൻവിറോൺമെൻറ്റ്സ്, നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, എന്താണ് വായിക്കുന്നത്, എന്താണ് കാണുന്നത്, ഇതെല്ലാം നമ്മൾ അവെയറാവും. ഇതെല്ലാം നമ്മളെ അറിഞ്ഞോ അറിയാതെ സ്വാധീനിക്കും. ഇത്രയും കാര്യങ്ങൾ ഈ അറിഞ്ഞോ അറിയാതെ സ്വാധീനിക്കുന്നു പറയില്ലേ സാർ. അപ്പം അതിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പോൾ ഒരു അച്ഛൻ നന്നായി കുടിക്കുന്ന ഒരു അച്ഛന് 2 മക്കളുണ്ട്. ഒരു കുട്ടി വിചാരിക്കുകയാണ് ഇങ്ങനെ അച്ഛനെ പോലെ ആവാനേ പാടില്ല. പക്ഷെ മറ്റേ കുട്ടി എടുക്കുന്നത് ചിലപ്പോൾ ഇതുപോലെ ലൈഫ് കൊണ്ടുപോയി അടിച്ചു പൊളിച്ച് ഇത് ഏതേ പാറ്റേണിൽ പോവാമെന്നുള്ള മിററിങ് ആയിരിക്കും. എക്സാക്ട്ലി. അങ്ങനെ 2 രീതിയിലും പെർസെപ്ഷൻസ് നടക്കാം എന്നുള്ളത് ഉറപ്പായിട്ടും 100%. ഏതൊരു കാര്യത്തിൽ അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ അമ്മയെ തല്ലിയാലും 3 വർഷം ഉണ്ടെന്ന് പറയുന്നത്. അമ്മയെ തല്ലിയാലും 3 വർഷം. ഏതൊരു കാര്യത്തിനും പെർസെപ്ഷൻസ് ആർ മൾട്ടിപ്പിൾ. അപ്പം അത് ഒരാൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും അയാളുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. ഈ പെർസെപ്ഷൻസ് നടക്കുന്ന ബ്രെയിനിൽ ഒരു നാച്ചുറൽ പ്രോസസ്സ് ഉണ്ട്, ഫിൽറ്ററിംഗ് എന്ന് പറയുന്ന പ്രോസസ്സുണ്ട്. ബ്രെയിൻ ഫിൽട്ടർ ചെയ്യും. ചില കാര്യങ്ങളെ ബ്രെയിൻ കണ്ടെന്നടിക്കും, ചിലർ കണ്ടില്ലെന്നടിക്കും. അപ്പോൾ ഈ ഫിൽട്ടർ ചെയ്തതിൻ്റെ പ്രോസസ്സായിട്ടാണ് നമ്മുടെ ബിലീഫ്സ് ഫോം ചെയ്യുന്നത്. ഇതാണ് നമ്മൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ ഈ സാധനത്തിന് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രോസ് ചെക്ക് ചെയ്യണം. ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ, എന്നെ സഹായിക്കുന്നുണ്ടോ, എൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ. ലിവ് ആൻഡ് ലെറ്റ് ലിവ്. ലിവ് ആൻഡ് ലെറ്റ് ലിവ്, അത്രേ ഉള്ളൂ. അപ്പം ഇത് നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഒരുപാടുപെട്ട പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഇതിലും മാറാത്ത പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടല്ലോ, കുറച്ചും കൂടെ സൈക്കോളജിക്കൽ ലെവലിലേക്ക് വരുന്നവർ, ആങ്സൈറ്റി ഡിസോർഡേഴ്സ് പോലെ ഒക്കെ വരുന്ന ആൾക്കാർ. വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യാം. അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് ഹിപ്നോതെറാപ്പിക്ക് വെച്ചിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ടൂൾസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഹിപ്നോസിസ് ചെയ്യാൻ പറ്റും, NLP ചെയ്യാൻ പറ്റും, റിവേഴ്സ് സൈക്കോളജി ചെയ്യാൻ പറ്റും, ട്രാൻസാക്ഷൻ അനാലിസിസ് ചെയ്യാൻ പറ്റും, സ്പൈറൽ സൊമാറ്റിക്സ് ചെയ്യാൻ പറ്റും, ലൈഫ് കോച്ചിങ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ പ്രോഗ്രാംസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്ന സാധനമാണ്. ഞാൻ പാൻ ഇന്ത്യ ലെവലിൽ 5-day വർക്ക്ഷോപ്സ് 10-day വർക്ക്ഷോപ്സ് റൺ ചെയ്യുന്നുണ്ട്. അല്ലാതെ കോർപ്പറേറ്റ് കമ്പനീസിൽ നമ്മൾ വർക്ക്ഷോപ്സ് ചെയ്യുന്നുണ്ട്. ലീഡർഷിപ്പ് പ്രോഗ്രാം, സ്ട്രെസ് ഫ്രീ പ്രൊഡക്ടിവിറ്റി, സെല്ലിംഗ് വർക്ക്ഷോപ്പ്, സൈക്കോളജിക്കൽ സെല്ലിംഗ്, ഇങ്ങനത്തെ കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്, ഇങ്ങനത്തെ പ്രോഗ്രാംസ് നമ്മൾ കോർപ്പറേറ്റ് പ്രോഗ്രാംസും ചെയ്യുന്നുണ്ട്. അല്ലാതുള്ള സിഗ്നേച്ചർ വർക്ക്ഷോപ്സ്, NLP പ്രാക്ടീഷണർ വർക്ക്ഷോപ്സ്, NLP മാസ്റ്റേഴ്സ് വർക്ക്ഷോപ്സ്,
ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാംസിൽ നമുക്ക് ഇവർക്ക് ടൂൾസ് ആൻഡ് മെത്തഡോളജീസ് പഠിപ്പിച്ചു കൊടുക്കും. ഇപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്സിൽ ഇപ്പോൾ സ്റ്റാൻഫോർഡ് ഗ്രാജുവേറ്റ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഗോൾഡ് മെഡൽ ഡോക്ടേഴ്സ് റീനർ അറിയാവുന്ന അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, $1 million ഓൺടർപ്രണേഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ആർമി കേണൽസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, നേവി കമാൻഡേഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഫിലിം സ്റ്റാർ സെലിബ്രിറ്റീസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലുള്ള പൊളിറ്റീഷ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ മേഖലയിലുള്ള ആൾക്കാരും ഈ വർക്ക്ഷോപ്സ് വന്ന് അറ്റൻഡ് ചെയ്യും. ചിലർ അവരുടെ പ്രോബ്ലംസ് റിസോൾവ് ചെയ്യാനും ചിലർ അവരുടെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിൽ എത്തിക്കാനും 2 ഒബ്ജക്റ്റീവായിട്ടാണ് വരുന്നത്. ഓക്കെ സർ, പലർക്കും ക്യൂരിയസ് ഉള്ളൊരു ടോപ്പിക്കാണ് ഹിപ്നോസിസ്. നമുക്ക് ഹിപ്നോസിസിനെ പറ്റിയിട്ട് എന്താണ് ഹിപ്നോസിസ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു അവയർനെസ് കൂടെ കൊടുക്കും. ഷുവർ 100%. ഇപ്പം ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഭയങ്കര തെറ്റായിട്ടുള്ളൊരു ധാരണയുണ്ട്. ഒരു സിനിമയ്ക്കകത്ത് ഞാൻ ഭയങ്കര ഒരു മൂവി ഫാൻ, എല്ലാ മൂവിയും മലയാളം മൂവി കാണും, തമിഴ് മൂവി കാണും, ഹിന്ദി മൂവി കാണും, ഇംഗ്ലീഷ് മൂവി കാണും, എല്ലാ മൂവീസും കാണും. അപ്പോൾ ഒരു സിനിമയ്ക്കകത്ത് ഈ എനിക്ക് തോന്നുന്നു കൊച്ചിൻ ഹനീഫയും കൊച്ചിൻ ഹനീഫ ഒരു ഹിപ്നോതെറപ്പിസ്റ്റ്, കൽപ്പന ഭാര്യയാണ്. അപ്പം ഈ കൽപ്പനയുടെ ഇദ്ദേഹം ഹിപ്നോട്ടൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കൽപ്പന എഴുന്നേറ്റിട്ട് പറയും, എനിക്ക് 5 പേരുണ്ടായിരുന്നു, 3 പേര് എന്നെ വിട്ടുന്നു, 2 പേര് ഞാൻ വിട്ടുന്നു, നിങ്ങൾ കൂടുതൽ ഹിപ്നോസിസ് ചെയ്യേണ്ട, ഇതാണ് അതിൻ്റെ ഒരു ഉത്തരം എന്ന് കൽപ്പന പറയുന്നൊരു സീനുണ്ട്. അപ്പം അങ്ങനെ തെറ്റിദ്ധാരണ ആളുകൾക്ക് ഹിപ്നോസിസിനെ കുറിച്ചുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ളത് പൂർണ്ണമായിട്ട് എനിക്ക് എടുക്കാൻ പറ്റും, നിങ്ങളുടെ മനസ്സെനിക്ക് കാണാൻ പറ്റും, ഇതെല്ലാം ആൾക്കാർ വെറും തെറ്റിദ്ധാരണ ധരിപ്പിക്കുന്നതാണ്. ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. എത്രയേ ഉള്ളൂ. നമ്മുടെ ബ്രെയിൻ വേവ്സിനെ ബീറ്റ, ആൽഫ, തീറ്റ, ഡെൽറ്റ 4 നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിന് നമ്മുടെ ബ്രെയിൻ വേവ്സ് ബീറ്റയിൽ നിന്ന് ആൽഫയിലേക്ക് പോകുന്ന സമയത്തിനെയാണ് സ്റ്റേറ്റ് ഓഫ് ഹിപ്നോസിസ് അല്ലെങ്കിൽ ട്രാൻസ് എന്ന് പറയുന്നത്. ട്രാൻസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇത് പല സന്ദർഭങ്ങളിൽ ഉണ്ടാവാം. നമുക്ക് ദൈനംദിനമായിട്ട് നമുക്ക് ട്രാൻസ് ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സിനിമ കാണുന്നു, സിനിമ കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ ചിലപ്പോൾ ഒരു സീൻ വന്നെങ്കിലിരിക്കും, ആ സമയത്ത് നമ്മൾ ട്രാൻസിലാണ്, നമ്മുടെ ചുറ്റുപാടെല്ലാം മറക്കുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കരയും. ആ നടനോ നടിയോ നമ്മുടെ അമ്മാവനോ അമ്മാവിയോ ആയതുകൊണ്ടല്ല നമ്മൾ കരയുന്നത്. നമ്മൾ ആ ക്യാരക്ടറിലേക്ക് അറിയാതെ ഹിപ്നോട്ടൈസ് ചെയ്ത് നമ്മുടെ കോൺഷ്യസ് അവയർനെസ് പോയി നമ്മൾ അവരുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ തുടങ്ങും, അവരുമായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ ആ കഥാപാത്രം അനുഭവിക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോഴാണ് നമ്മൾ കരയുന്നത്. അത് വേറൊരു ഫോം ഓഫ് ഹിപ്നോസിസ് ആണ്. ഇനി ഒരു നമുക്ക് ചിലപ്പോൾ കാർ ഡ്രൈവ് ചെയ്യുന്നത് ചിലപ്പോൾ എന്തെങ്കിലും കാണുന്ന പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവും. ചില സമയത്ത് നമ്മൾ ഞാൻ ഇത്രയും ദൂരം കഴിഞ്ഞ് വന്നു, ഇവിടെ എത്തിയോ, ഞാൻ ഈ 2 കിലോമീറ്റർ കഴിഞ്ഞു, ആ മൊമെന്റിലും നമ്മളൊരു ട്രാൻസിലാണ്. സോ ട്രാൻസ് ഇസ് എ നാച്ചുറലി ഒക്കറിങ് ഫിനോമിനൻ. ഈ ട്രാൻസ് ഹിപ്നോസിസ് എന്തിനാണ്? ഹിപ്നോസിസ് പല രീതിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്പർ 1, ഹിപ്നോസിസ് ഇസ് യൂസ്ഡ് ഫോർ തെറപ്യൂട്ടിക് പർപ്പസസ്. അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ ഇതിനെ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഐ എം എ ട്രെയിൻ ഹിപ്നോട്ടിസ്റ്റ്. നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ അല്ല നമ്മുടെ മേജർ തോട്ട്സ് ഇരിക്കുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയും, ഉപബോധ മനസ്സ്. ഇതിലാണ് നമ്മുടെ മേജർ ബിലീഫ്സും തോട്ട്സും ഒക്കെ ഇരിക്കുന്നത്. കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ റെസ്റ്റിലേക്ക് കൊണ്ടുപോകും. പല മെത്തേഡ്സ് ഉണ്ട് ഹിപ്നോസിസ്. പല മെത്തേഡ്സ് വെച്ചിട്ട് നമ്മൾ കോൺഷ്യസ് മൈൻഡിനെ നമ്മളിതിലേക്ക് കൊണ്ടുപോകും. ഹിപ്നോസിസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ 3 കാര്യങ്ങളാണ് യൂഷ്വലി നമ്മൾ നോക്കുന്നത്. 1, നമ്മൾ തെറപ്യൂട്ടിക് പർപ്പസസിന് വേണ്ടിയിട്ട് ഹിപ്നോ തെറപ്പി. 2, നമ്മൾ അതിന് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനായിട്ട് അല്ലെങ്കിൽ സ്റ്റേജ് ഹിപ്നോസിസ് എന്ന് പറയും. 3, ആളുകൾ അറിയാതെ തന്നെ അവരെ ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുന്നു പല മേഖലകളിൽ. ഇപ്പോൾ നമ്മൾ പരസ്യങ്ങളിൽ നമ്മളറിയാതെ ഹിപ്നോട്ടൈസ് ആകപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു പ്രോഡക്റ്റ് തേച്ചിട്ട് നിങ്ങൾ വെളുക്കും എന്ന് പറയും. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് തേച്ചിട്ട് വെളുത്ത ഒരാളെ ഇന്നുവരെ എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം ആ ടെമ്പററി ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാവും എന്നല്ലാണ്ട് അയാളുടെ സ്കിൻ ടോണിൽ ചേഞ്ച് ഉണ്ടാവും എന്നുള്ളത് സംശയമാണ്. ചേഞ്ച് ഉണ്ടാവും എന്നുള്ള സംശയമാണ്. മേ ബി ഇറ്റ് ഇസ് ദെയർ, ഐ ഡോണ്ട് നോ. അപ്പോൾ അങ്ങനെ ഒരു പ്രിഡോമിനൻ്റ് ആയിട്ട് ഉണ്ടാവാനുള്ള സാധ്യത. അപ്പോൾ അതൊരു പരസ്യവാചകമാണ്. ആ പരസ്യവാചകത്തിൽ നമ്മൾ വീഴുന്നു, അതാണ് ഒരു കാര്യം. 2, പല ആളുകളും ഇതിനെ തെറ്റായ രീതിയിൽ മനുഷ്യനെ സ്വാധീനിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല വിപത്തുകളുടെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യൻ തെറ്റായ വിശ്വാസങ്ങളെ വിശ്വസിക്കുകയും അതിലേക്ക് ചെന്നറിയാതെ തലവെച്ച് കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഇത് സമൂഹത്തിൻ്റെ ചെറുതും വലുതുമായി പല മേഖലകളിൽ നടക്കുന്നുണ്ട്. തട്ടിപ്പുകൾ, നേരത്തെ പറഞ്ഞു പല തട്ടിപ്പുകൾ, പൈസ ഇരട്ടിപ്പിക്കാം, ഇങ്ങനത്തെ തട്ടിപ്പുകളൊക്കെ മനുഷ്യൻ ഹിപ്നോട്ടൈസ് ആവുന്നതാണ്. അപ്പോൾ ഇതാണ് ഹിപ്നോസിസിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ശരിക്കും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മുടെ പ്രോബ്ലംസ് റിസോൾവ് ചെയ്യാനും പറ്റും. പല ചതികളിൽ ചെന്ന് വീഴാതിരിക്കാനും നമുക്ക്, പിന്നെ മനുഷ്യനെയൊക്കെ സ്നേഹിക്കാനും സമാധാനത്തോടെ ജീവിക്കാനും പഠിക്കും. സാങ്കല്പികവും യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയാൻ നമ്മുടെ ബ്രെയിനിന്
നമ്മൾ അനലൈസ് ചെയ്തില്ലെങ്കിൽ ബ്രെയിനിന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ളതെല്ലാം ഏതോ ഒരു വ്യക്തിയുടെ സങ്കല്പത്തിൽ പണ്ടുണ്ടായതാണ്, അതെ യാഥാർത്ഥ്യമായിരുന്നില്ല. അതെ നമ്മുടെ ലോകത്തിലെ Imagination. കോൺഷ്യസ് മൈൻഡ് പതുക്കെ ഷട്ട് ഡൗൺ ആയിട്ട് നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യാം. Yes. കുറച്ചുകൂടി നമ്മളൊരു 30 seconds വരെ പോയി കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തും. Yes. ആ ഒരു സ്റ്റേറ്റിലെത്തിക്കാൻ നമുക്ക് ബിലീഫ് ചേഞ്ച് നടത്താൻ പറ്റും. ആ ഒരു ആങ്കർ, ആങ്സൈറ്റി, ഫിയേഴ്സ്, ഭയം, ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ചില സമയത്ത് നമുക്ക് നമ്മുടെ സൈക്കോളജിക്കലി ഉണ്ടാവുന്ന ഫിസിക്കൽ പ്രോബ്ലംസ് പോലും, അലർജീസ്, സ്പോണ്ടിലോസിസ്, ബാക്ക് ഏക്സ്, പെയിൻസ്, മൈഗ്രെയിൻസ്, ഇതെല്ലാം കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അവരെ ഗോൾസ് സെറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് എന്താ വേണ്ടത്? ഇഫ് ദേ വോണ്ട് ടു ബിക്കം എ മില്യനെയർ, ഡു ദേ വോണ്ട് ടു അച്ചീവ് എ ഗോൾഡ് മെഡൽ ഇൻ നാഷണൽ ലെവൽസ് ഓർ ഒളിമ്പിക്സ്, ഡു ദേ വോണ്ട് ടു ബിക്കം എ CEO. അപ്പോൾ നമുക്ക് ഗോൾസ് സെറ്റ് ചെയ്യാൻ പറ്റും. Yes. അവരുടെ റോങ് ബിലീഫ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. Correct. ഇങ്ങനെ പല പേരും. Correct. ഇത് ഹിപ്നോസിസിന്റെ ഏറ്റവും ഞാൻ ഫോളോ ചെയ്യുന്നത് ഇതാണ്. Yes. പിന്നെ ചിലർ ഹിപ്നോസിസിനെ എന്റർടൈൻമെന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. Yes. സ്റ്റേജ് ഹിപ്നോട്ടിസ്റ്റുകളുണ്ട്. അവർ കോർപ്പറേറ്റ് ഷോസിലൊക്കെ വന്നിട്ട് ഒരു തമാശയായിട്ട് ചെയ്യുന്നൊരു സംഭവമുണ്ട്. Oh. ഇതിൽ സംഭവിക്കുന്ന ഒരു ചെറിയൊരു കാര്യമുണ്ട്. അത് നമ്മൾ ഈ സ്റ്റേജിൽ വന്നിരിക്കുന്ന സബ്ജക്ട്സ് അവർ അറിഞ്ഞുകൊണ്ടാണ് അവർ ഈ പല തമാശകളും കാണിക്കുന്നത്. ജനങ്ങൾ വിചാരിക്കും ഈ ഹിപ്നോട്ടിസ്റ്റിന്റെ ഫുൾ കൺട്രോൾ കൊണ്ടാണ് അവർ കാണിക്കുന്നത്. ആ തെറ്റായ ധാരണ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കും. ഈ ഒരു അവരും കൂടെ ഒരു അറിഞ്ഞോ അറിയാതെയോ അവരും കൂടെ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമാകുന്നുണ്ട്. ആര്? സ്റ്റേജിലിരിക്കുന്നതാണ്. ചിലപ്പോൾ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ചിലയിക്കണം. അപ്പോൾ അവരെ അറിയാം, അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യണം. ആ ഷോയിനെ കുറെ കൂടി അതിൻ്റെ ബാക്കിൽ കുറേ ടെക്നിക്കാലിറ്റീസ് ഉണ്ട്, നമ്മൾ അതിലേക്ക് ഇപ്പോൾ കിടക്കണ്ട. അപ്പോൾ അത് രണ്ടാമത് ഹിപ്നോട്ടിസം ഫോർ എൻ്റർടൈനിങ്. മൂന്നാളുകൾ ഹിപ്നോട്ടിസത്തെ പന്ന രീതിക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, ദോഷമായ രീതിയിൽ. Okay. നമ്മുടെ നാട്ടിലെ ആളുകളുടെ വിശ്വാസങ്ങളെ സ്വാധീനിക്കാനായിട്ട്. That is very crucial topic, which is conversational hypnosis. ലാംഗ്വേജ് ഓഫ് നമുക്ക് അങ്ങോട്ട് പോകണ്ട. അങ്ങോട്ട് പോകണ്ട. നമുക്ക് ആ ഒരു മേഖല നമുക്ക് തുടയും വേണ്ട. കാരണം പണ്ട് എൻ്റെ ഒരു ഗുരു പറഞ്ഞിട്ടുണ്ട്, ദുഷ്ടനെ കണ്ടാൽ ദൂരെ ദൂരെ. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ആരാണ് കാണുന്നത് എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അത് നമുക്ക് ആ ഭാഗത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവും. അതെ. ഇത് ഉപയോഗിച്ച് പലരും നിങ്ങളെ വഴിതെറ്റിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ പല തട്ടിപ്പുകളിലും പോയി വീഴുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ തട്ടിപ്പുകളിൽ വീഴുന്നതിൻ്റെ അടിസ്ഥാന റീസൺ അവരെ ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് അവരറിയുന്നില്ല. അതെ. സിമ്പിൾ എക്സാമ്പിൾ, ഒരു വർഷത്തിൽ നിങ്ങളുടെ മണി ഡബിൾ ആക്കി തരാം. അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സാധനമല്ല. എത്ര പേർക്ക് അയാൾക്ക് മണി ഡബിൾ ചെയ്യാൻ പറ്റും? അതെ. ഓക്കെ, ഒരു 12% 15% കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തരാമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. അതെ. ഇതുപോലെ പല സംഘടനകൾ ഉപയോഗിക്കുന്നുണ്ട്, പല സാമൂഹിക ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ മറ്റു മേഖലയിലേക്ക് കടക്കുന്നില്ല. കടക്കണ്ട. അതാണ് നമ്മളുടെ നമ്മുടെ അതെ ദുഷ്ടനെ കണ്ടാൽ തീരെ ദൂരെ അല്ലേ. അപ്പോൾ ഇത് പല ആളുകളും സമൂഹത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പം ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ്? അയാൾ അല്ലെങ്കിൽ അവർ എന്തോ ഒരു അമാനുഷിക ശക്തിയുള്ളവരാണ്. അല്ലെങ്കിൽ ഇതിന് നമ്മളെല്ലാം നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ. അപ്പം there is nothing called as like a supernatural. Everything is natural. ആരെങ്കിലും ഞാൻ സൂപ്പർ നാച്ചുറൽ ആണെന്ന് ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഇപ്പം എന്ത് സ്കില്ല് വേണമെങ്കിലും ഇപ്പം ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും തെറ്റ്. പക്ഷെ ആളുകൾക്ക് ഈ ഓർഡിനറിയിലല്ല നമ്മുടെ മനുഷ്യൻ എപ്പോഴും ആകൃഷ്ടനാകുന്നത് അല്ലേ. മനുഷ്യന്റെ സ്വഭാവം എന്താ? അവൻ എപ്പോഴും എക്സ്ട്രാ ഓർഡിനറിയിലാണ്. ഓർഡിനറി എന്ന് പറഞ്ഞാൽ ഈ ഒരു നല്ലൊരു കാപ്പി, നല്ലൊരു ഒരു നമ്മളിതേണ്ട ഒരു വയലിങ്ങനെ നോക്കിയിരിക്കുന്നു, ഒരു ചിത്രശലഭം പോകുന്നു, ഒരു നല്ല മഴയത്ത് നമ്മളിങ്ങനെ ഇപ്പം ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞുമായിട്ട് നമ്മൾ കളിക്കുന്നു. ഇതൊക്കെയാണ് ഓർഡിനറി. ദ ബ്യൂട്ടി ഓഫ് ലൈഫ് ഈസ് ആക്ച്വലി ഇൻ ദ ഓർഡിനറി. നമ്മൾ വേറെ എന്തെയോ തിരഞ്ഞു പോയിട്ട് ഈ സാധനങ്ങളൊക്കെ നമ്മൾ മിസ് ചെയ്യാം. അതെ. ഇത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വന്ന എൻ്റെ തെറാപ്പി ക്ലയൻസിൽ കുറേ പേര് വന്നിട്ട് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് അവർ വർക്കിൻ്റെ ലൈഫ് കഴിഞ്ഞിട്ട്, വർക്കിൻ്റെ സ്പേസ് കഴിഞ്ഞിട്ട് അവർക്ക് ബാക്കിയുള്ളതിലേക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. മനസ്സിലായി. അങ്ങനെയുള്ള ഒരു വർക്ക് ലൈഫ് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അവരെ നമ്മൾക്ക് എങ്ങനെയാണ് സാർ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? അവരോട് എന്താ സാറിന് പറയാൻ? ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആദ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് വേണമെന്നുള്ള തിരിച്ചറിവ് ആദ്യം ഉണ്ടാവണം ഫസ്റ്റ്. അപ്പോൾ ഇവർ നമ്മൾ ചിലപ്പോൾ ഒരു 10,000-15,000 രൂപ കുറച്ച് നമുക്ക് മതി എന്ന് നമുക്ക് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്വസ്ഥതയുള്ള ജോലി കിട്ടും, കുറച്ചുകൂടി കുടുംബമായിട്ട് നമുക്ക്
സമയം ചെലവഴിക്കാൻ. ഞാൻ ഒരു വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. എൻ്റെ മോളോട് ഞാൻ അവളോട് പറഞ്ഞു, മോളെ നമുക്ക് അടുത്ത വർഷം യൂറോപ്പിലൊരു ട്രിപ്പിന് പോകാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അവൾക്ക് 9 വയസ്സേ ഉള്ളൂ, ഇദ്ദേഹം ഇളയാണ്, മൂത്ത മോളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അടുത്ത അതിന് പൈസ കുറച്ച് കൂടുതൽ വേണ്ടി വരില്ലേ? അപ്പോൾ ഞാൻ പറയാം, മോളെ ഒബ്വിയസ്ലി യൂറോപ്പ് പോകണമെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് വേണം, അവിടെ താമസിക്കണമെങ്കിൽ നമുക്ക് പൈസ എന്തായാലും ഫാമിലി എല്ലാവരും കൂടെ പോകണമെങ്കിൽ നമുക്ക് അത്രയും പൈസ വേണ്ടി വരും. അപ്പം എൻ്റെ അത്രയും. അപ്പം അവൾ അതിൻ്റെ അടുത്ത് അടുത്ത ചോദ്യം, അപ്പം കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരില്ലേ? ഞാൻ പറഞ്ഞ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ പറഞ്ഞു, നമ്മൾ യൂറോപ്പിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, അന്നത്തെ എൻ്റെ കൂടെ കളിച്ചാൽ മതി, നമുക്ക് എവിടെ ഇരുന്നാൽ മതി. That's really a valid statement. ഭയങ്കരമായിട്ട്. അല്ലേ? ഇപ്പം ഈ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത് പറ്റാത്തത്? ഇവർ അടുത്ത പ്രൊമോഷൻ അല്ലെങ്കിൽ ഫോറിൻ ഇതാണ് മനസ്സിൽ. അപ്പം ഇതൊന്ന് ഇച്ചിരി മാറ്റി വെച്ചാൽ ഇപ്പം 2 വർഷം കൊണ്ട് പ്രൊമോഷൻ കിട്ടുന്ന ഒരു 4 വർഷം കൊണ്ട് കിട്ടിയ എന്താ കുഴപ്പം? ആരെ തെളിയിക്കാൻ വേണ്ടിയാ? ആരെ കാണിക്കാൻ വേണ്ടിയാ? എന്ത് കോംപ്രമൈസ് ചെയ്തിട്ടാണ്? എൻ്റെ ഹെൽത്ത് കോംപ്രമൈസ് ചെയ്തിട്ടോ, എൻ്റെ ഫാമിലി ലൈഫ് കോംപ്രമൈസ് ചെയ്തിട്ടോ, എൻ്റെ ഫ്രണ്ട്ഷിപ്പ് കോംപ്രമൈസ് ചെയ്തിട്ടോ, എൻ്റെ തന്നെ ഹാപ്പിനെസ് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ കോംപ്രമൈസ് ചെയ്തിട്ടോ, ഇത് അവസാനം വരുമ്പോൾ ഒന്നും കാണില്ല.